ഈ 90കളുടെ അവസാനം ആ സമയത്ത് ഈ ട്രാക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഈ ഫോഴ്സ് കൊണ്ട് വലിക്കുന്ന ഒരു പ്രക്രിയയാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അത് ഞങ്ങൾ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രിക് ട്രാക്ഷനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഇലക്ട്രിഫൈ ചെയ്യുന്ന ഒരു വലിയ പ്രക്രിയയ്ക്ക് ഇന്ത്യയിൽ തുടക്കമല്ല, കേരളത്തിലുമൊക്കെ അതൊക്കെ വ്യാപകമായി, വളരെ വ്യാപകമായി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. കാരണം തുടക്കമെന്ന് പറയുന്നത് ശരിയല്ല, കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓടിയത് തന്നെ ഒരു ഇലക്ട്രിക് ട്രെയിനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ കേരളത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് പേരോട് നിങ്ങൾ ഇലക്ട്രിക്കൽ ട്രാക്ഷൻ ട്രെയിനിങ് സെൻറ്ററിൽ പോയിട്ട് അതിൻ്റെ കോഴ്സ് പഠിച്ച് ആ ടെസ്റ്റ് പാസ്സായിട്ട് വരണം, നിങ്ങൾ ഇലക്ട്രിക്കൽ ലോക്കോയിലേക്ക് യൂസ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോയി. ആ സമയത്ത് ഞങ്ങൾ 5 പേരായിരുന്നു ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നത്. ഈ ആവടി എന്ന് പറയുന്ന സ്ഥലത്ത് മദ്രാസിൽ അണ്ണന്നൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷനോട് ചേർന്ന് ഒരു ട്രെയിനിങ് സെൻ്ററുണ്ട്, സോണൽ ട്രാക്ഷൻ ട്രെയിനിങ് സെൻറ്റർ, ZTTC എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് സെൻ്ററാണുള്ളത്. അവിടെ ആണ് 4 മാസം നീണ്ട ഒരു കോഴ്സാണ് ഡീസൽ ടു ഇലക്ട്രിക് ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ട്രെയിനിൻ്റെ വർക്കിംഗ് മൊത്തമായിട്ട് അങ്ങ് മാറുകയാണ്. ട്രെയിനിൻ്റെ അതായത് ആ ലോക്കോയുടെ സിസ്റ്റം മൊത്തം ചേഞ്ച് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേഷനും. ഈ ഡീസലിലാണെന്നുണ്ടെങ്കിൽ ഒരു ത്രോട്ടിൽ ഓപ്പറേഷനാണുള്ളത്, നമ്മൾ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് 8 പൊസിഷനാണ് ആ ത്രോട്ടിലിനുള്ളത്. ഇവിടെ കറണ്ട് കൂട്ടിക്കൊടുത്ത് ചെയ്യുന്ന ഒരു നോച്ച് ആപ്ലിക്കേഷനാണുള്ളത്. അത് 32 പൊസിഷനാണുള്ളത്. 32 സ്പീഡ് നമുക്ക് അതിനകത്ത് ഗ്രാജുവലായിട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ സിസ്റ്റവും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഇലക്ട്രിക് ലോക്കോയുടെ ആ ഓപ്പറേഷനും അതിൻ്റെ ട്രബിൾ ഷൂട്ടിങ്ങും. നേരത്തെ പറഞ്ഞ പോലെ വഴിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് പരിഹരിക്കാൻ വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇമ്മീഡിയറ്റായിട്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് കൊണ്ടുപോകണം. അത് വേണ്ടിയിട്ട് ട്രബിൾ ഷൂട്ടിങ്ങും കൂടെ ഞങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കാനായിട്ട് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആവടിയിലുള്ള ട്രെയിനിങ്. ഇത് 4 മാസം നീണ്ടൊരു കോഴ്സാണ്. അതിനകത്ത് ഇലക്ട്രിക്കൽ ബേസിക്സ് തുടങ്ങി അതിൻ്റെ ട്രെയിനിൻ്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻ നമ്മൾ പഠിക്കും. അതിനുശേഷം അത് ഈ WAP, WAM, WAG എന്നൊക്കെയുള്ള ഒരു സീരീസിലുള്ള ലോക്കോകളായിരുന്നു. അത് സിംഗിൾ ഫേസ് മോട്ടോർ ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്തിട്ട് 3 ഫേസ് ലോക്കോകൾ ഇപ്പോൾ വന്നു തുടങ്ങി. അതൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡാണ്, കുറച്ചുകൂടെ ഓപ്പറേഷൻ സിമ്പിളാണ്. പക്ഷേ ട്രബിൾ ഷൂട്ടിങ് കുറേ കൂടെ ബുദ്ധിമുട്ടാണ്. പെട്ടെന്നൊന്നും നമുക്ക് റെക്ടിഫൈ ചെയ്യാവുന്ന രീതിയിലുള്ള ട്രബിളായിരിക്കില്ല അതിനകത്ത് വരിക. അതൊക്കെ കുറച്ച് കോഡഡ് ഇതൊക്കെയാണ്. അതൊക്കെ കുറച്ചുകൂടെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇതൊക്കെയാണ്. അതാണ് പുതിയ WAP7 എന്നൊക്കെ പറയുന്ന WAG7 എന്ന് പറയുന്ന സീരീസിലുള്ള ലോക്കോകൾ. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, വെളുത്ത നിറത്തിലുള്ള എൻജിനുകളാണ്. അത് 3 ഫേസാണ്. കുറേ കൂടെ എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സ്പീഡ് പിക്കപ്പ് ചെയ്യാനും കൂടുതൽ വേഗത്തിൽ ഓടാനും കുറേ കൂടെ പവർഫുള്ളായിട്ട് ഇത് ട്രാക്ഷൻ ചെയ്യാനുമൊക്കെ സാധിക്കുന്ന ലോക്കോയാണ് WAP7. അതിനും പ്രത്യേക ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു എൻജിൻ മാറുമ്പോൾ തന്നെ നമ്മളത് പഠിക്കാനായിട്ട് വേറൊരു കോഴ്സിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതും ഈ ആവടി ട്രെയിനിങ് സെൻറ്ററിൽ തന്നെയാണുള്ളത്. ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ജോലി ധാരാളം റിസ്ക് എലിമെൻറ്റുകൾ ഉള്ള ഒരു ഇതാണ്. റിസ്ക് എന്ന് പറയുമ്പോൾ ഒരു അപകടം ഉണ്ടായാൽ ആദ്യം അത് ബാധിക്കുന്നത് ആ ലോക്കോ പൈലറ്റിനെ തന്നെയാണ്. അവൻ്റെ ജീവൻ തന്നെയാണ് ആദ്യം നഷ്ടപ്പെടുക. ഏതൊരു ആക്സിഡൻറ്റിലും അതൊക്കെ കാണാവുന്നതാണ്. ഇപ്പോൾ അടുത്തിടെ ബാലസോർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. 3 ട്രെയിനുകൾ ഒരേ സമയം കൂട്ടിയിടിച്ചു. അതിൽ 2 ട്രെയിനിലെയും ലോക്കോ പൈലറ്റുമാർ 4 പേരും മരിച്ചു പോവുകയുണ്ടായത്. അപ്പോൾ ഈ അതിൻ്റെയൊക്കെ പുറകിലുള്ള വസ്തുതകളൊക്കെ അന്വേഷിച്ച് പോയപ്പോൾ 3-4 നൈറ്റുകളൊക്കെ തുടർച്ചയായിട്ട് ജോലി ചെയ്ത ലോക്കോ പൈലറ്റുമാരായിരുന്നു അതൊക്കെ കണ്ടെത്തിയിരുന്നു. അതൊക്കെ റെയിൽവേ ആ റിപ്പോർട്ടുകളെല്ലാം പൂഴ്ത്തി.
കാരണം അവർ മരിച്ചുപോയി, അവരോട് ചോദിക്കാൻ പറ്റില്ല എന്താണ് പറ്റിയത് എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ അങ്ങനെയൊക്കെ തേഞ്ഞു മാഞ്ഞു പോകും എന്ന് തന്നെ വിചാരിക്കുന്നു മുൻകാലത്തെ ആ ഒരു സംഭവങ്ങൾ വെച്ച് നോക്കിയാൽ. അതുപോലെ തന്നെയാണ് ഈ മറ്റ് റിസ്ക് എലിമെൻ്റ് ഉണ്ടെന്ന് ഞാൻ പറയുന്നത് ഈ കല്ലേറ്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഏറ്റവും പ്രബുദ്ധരാണ് എന്ന് നമ്മൾ ഊറ്റം കൊള്ളുമ്പോഴും എന്തുകൊണ്ടാണെന്നറിയില്ല, എന്താണ് ഈ ഒരു ഓടുന്ന ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞാൽ കിട്ടുന്ന ആനന്ദം, എന്തുകൊണ്ടാണ് ആ ഒരു മാനസികാവസ്ഥ വരുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും നമുക്ക് പിടികിട്ടുന്നില്ല. ഈ കല്ലെറിയാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കല്ലല്ലേ എന്നല്ല, ഈ ഒരു കല്ലെറിയുമ്പോൾ സംഭവിക്കുന്നത് ട്രെയിനിൻ്റെ സ്പീഡും ഈ കല്ലിൻ്റെ സ്പീഡും കൂട്ടിച്ചേർന്ന് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയും. അതായത് 90 കിലോമീറ്ററിൽ ഓടുന്ന ഒരു ട്രെയിനിന് നേരെ 10 കിലോമീറ്റർ സ്പീഡുള്ള ഒരു കല്ല് വന്ന് പതിച്ച് കഴിഞ്ഞാൽ 90 10 കൂടെ കൂട്ടി 100 കിലോമീറ്റർ സ്പീഡിൽ ഒരു കല്ല് അതിനകത്തിരിക്കുന്ന ട്രാവൽ ചെയ്യുന്ന മനുഷ്യൻ്റെ നെറ്റിയിലേക്ക് വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അത് ഓടിക്കുന്ന മനുഷ്യൻ്റെ കണ്ണിലേക്ക് വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ സുഹൃത്തായ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇപ്പോഴും ഓഫീസ് ഡ്യൂട്ടി ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ധാരാളം സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അതിന് കാരണം ഈ സാമ്പത്തിക നഷ്ടം മാത്രമല്ല, അദ്ദേഹത്തിന് ശാരീരികമായിട്ട് നഷ്ടമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണാണ് നഷ്ടപ്പെട്ടത്. അതിന് കാരണം ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റായിട്ട് ഡീസൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കല്ല് വന്ന് പതിച്ചു. ഏതോ ഒരു സാമൂഹ്യദ്രോഹി ഒരു കല്ലെടുത്തെറിഞ്ഞു. അത് കൃത്യമായിട്ട് കൊണ്ടത് അദ്ദേഹത്തിൻ്റെ ഇടത് കണ്ണിനായിരുന്നു. ആ ഇടത് കണ്ണ് അപ്പാടെ നശിച്ചുപോയി. കാരണം ഈ ട്രെയിൻ ഫുൾ സ്പീഡിലാണ്, 90 കിലോമീറ്റർ സ്പീഡിലാണ് അവിടെ ട്രെയിൻ ഓടുന്നത്. ഇവൻ ആഞ്ഞെറിയുന്ന കല്ലിൻ്റെ സ്പീഡും കൂടെ അതിനകത്ത് ആപ്ലിക്കബിളാണ്. അങ്ങനെ കണ്ണ് പൂർണ്ണമായിട്ടും നശിച്ചുപോയി. മറ്റേ കണ്ണിലും കൂടെ ഇൻഫെക്ഷൻ പകരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ നാളുകൾ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് കഴിഞ്ഞു. അതിനുശേഷം കൃത്രിമമായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ണുമൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ജോലിക്ക് വന്നു. അദ്ദേഹം ക്ലർക്കായിട്ട് ജോലിക്ക് കയറേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. ഇത് ഒക്കെ പറയുമ്പോഴും ഏറ്റവും ദുഃഖകരമായ വസ്തുത എനിക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായി എന്നുള്ളതാണ്. ഗുരുദേവ് എക്സ്പ്രസ് എന്ന് പറയുന്നൊരു ട്രെയിനുണ്ട്, നാഗർകോവിൽ വരെ പോകുന്നതാണ്. എനിക്ക് ട്രിവാൻഡ്രം വരെ ഡ്യൂട്ടിയുള്ളൂ. ഞാനന്ന് എറണാകുളത്തു നിന്ന് കയറി ഒരു ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് കയറുന്നതാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് വൈകുന്നേരം തിരുവനന്തപുരത്തെത്തിയാൽ വിശ്രമിക്കാം, പോയി ഒന്ന് കറങ്ങാം, വൈകിട്ട് ശംഖുമുഖം ബീച്ചിലോ ഒക്കെ പോയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാം എന്നൊക്കെ മനസ്സിൽ കരുതിയാണ് പോകുന്നത്. പക്ഷേ കോട്ടയം എന്ന് പറയുന്ന സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പായിട്ട് ഏറ്റുമാനൂർ കഴിഞ്ഞിട്ട് ഉള്ള ഒരു ചെറിയൊരു ഇറക്കമൊക്കെയാണ്. അതിലൂടെ നമ്മളിങ്ങനെ ക്രൂയിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം, പടക്കം പൊട്ടുന്ന പോലുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. ശക്തമായ വേദനയും എൻ്റെ നെറ്റിയിൽ എന്തോ വന്ന് പതിച്ചതായിട്ട് എനിക്ക് തോന്നി. അപ്പോഴാണ് മനസ്സിലായത് എയറാണ് വന്നത്, എയർ കിട്ടിയതാണെന്ന് മനസ്സിലായത്. പെട്ടെന്ന് തന്നെ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് എണീറ്റ് പറഞ്ഞു, സാറേ ചോരയായല്ലോ, ഇവിടെയൊക്കെ മൊത്തം ഇഞ്ചുറി ആയല്ലോ, എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് പെട്ടെന്ന് വണ്ടി നിർത്തി. വണ്ടി എമർജൻസി, ഞാനല്ല അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റാണ്. എനിക്ക് പെട്ടെന്ന് ഒരു ബാലൻസൊക്കെ അങ്ങ് പോയി. കാരണം ശക്തമായിട്ട് വന്ന് പതിച്ചു കല്ല്. ആ സമയത്ത് വണ്ടിയൊക്കെ നിർത്തി, കുറേ ആൾക്കാരൊക്കെ വന്നു. അവരൊക്കെ എന്താണ് കാര്യമെന്നൊക്കെ അന്വേഷിച്ചു. പാസഞ്ചേഴ്സൊക്കെ ഇറങ്ങി വന്നു, ഇതാണ് കാരണമെന്ന് പറഞ്ഞു. അതിലൊരു മനുഷ്യൻ ചോദിച്ചു, സാർ എന്തെങ്കിലും ആണോ, എവിടെ ഇറങ്ങി ആംബുലൻസോ എല്ലാം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യണോ? ഇത് വലിയൊരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിൽ കിടക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഇതൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ റെയിൽവേ പിന്നീട് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, തൽക്കാലം സാരമില്ല, കോട്ടയം വരെ ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കാം, നിങ്ങൾ ട്രെയിനിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നിരുന്ന ഒരാൾ പറഞ്ഞു, ഇവിടെ ഒരു ITI ഉണ്ട്, അവിടുത്തെ പിള്ളേരൊക്കെ എപ്പോഴും ഇവിടെ വന്നിരിക്കുന്നുണ്ട്, അവർ വല്ലതും ആയിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് കിട്ടാനുള്ളത് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. അത് കോട്ടയത്തെത്തി. കോട്ടയത്തെത്തിയപ്പോൾ അവിടെ എന്തായാലും ഡോക്ടറും സ്റ്റേഷൻ മാസ്റ്ററും ഒക്കെ റെഡിയാണ്. എന്നെ അവിടുന്ന് ഇറക്കി. മറ്റൊരു ലോക്കോ പൈലറ്റ് അന്ന് കോട്ടയം സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. വേറെ ഏതോ ഒരു രാത്രിയിലുള്ളൊരു ഗുഡ്സ് ട്രെയിനിന് അവിടെ പുള്ളിയെ കൊണ്ടുവന്നിരുന്നതാണ്. അദ്ദേഹം കയറി യാത്ര തുടർന്നു. വിജയകൃഷ്ണൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിന് ഇതേപോലെ തന്നെ
ഒരനുഭവം ഉണ്ടായി. അദ്ദേഹം ഇപ്പോൾ TT ആയിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. ആ കണ്ണിന് പകരം കൃത്രിമ കണ്ണാണ് വെച്ചിരിക്കുന്നത്. ഇത് ലോക്കോ പൈലറ്റുമാരുടെ മാത്രം ദുരന്ത കഥയല്ല. ധാരാളം പാസഞ്ചേഴ്സ്, ഇഷ്ടം പോലെ പാസഞ്ചേഴ്സ്. എനിക്കറിയാം, ഒരു 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കണ്ണ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് കണ്ണിൽ തന്നെയാണ് ഇവന്മാരെ എറിഞ്ഞു പിടിപ്പിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. ഒരാൾ മരിച്ചു പോയിട്ടുണ്ട് ഒരു കല്ല് വീണിട്ട്. എന്നിട്ടും ആളുകൾക്ക് ഇത് നിയമം മൂലമൊക്കെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചിലരെയൊക്കെ പിടിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ എറിഞ്ഞ ഒരാളെ തപ്പി എവിടം വരെയൊക്കെ പോകും? ഇതൊക്കെ ജനങ്ങൾക്ക് സ്വയം ബോധ്യം വന്നിട്ട് ഇത് മാരകമായിട്ടുള്ള കാര്യമാണ്, ഒരു കൊടുംപാതകമാണ് ചെയ്യുന്നതെന്ന് അവനവന് തോന്നി. ഇതൊക്കെ മനുഷ്യത്വത്തിന് വിപരീതമായിട്ടുള്ള കാര്യമാണ് താൻ ചെയ്യുന്നതെന്ന് തോന്നിയാൽ മാത്രമേ ഇതിനൊക്കെ ഒരു അന്ത്യം ഉണ്ടാവുള്ളൂ. ഏതായാലും വലിയൊരു കഷ്ടമാണ്. ഈ വന്ദേ ഭാരത് ട്രെയിൻ ഓടിയപ്പോൾ തന്നെ ഇവിടെ പല ഭാഗത്തും അതിൻ്റെ ഗ്ലാസ്സിന് നേരെയൊക്കെ ഏറുണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. എന്താ വന്ദേ ഭാരത് ഓടുന്നതിനും ഇത്രമാത്രം ബുദ്ധിമുട്ട് ആർക്കാണ് എന്നൊക്കെയുള്ളൊരു ചിന്ത ആ സമയത്ത് നമുക്കൊക്കെ എല്ലാവർക്കും തോന്നാറുണ്ട്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ലോക്കോ പൈലറ്റിൻ്റെ സർവീസ് ജീവിതം എന്ന് പറയുന്നത് ദുരന്തങ്ങളുടെ ഘോഷയാത്രയാണെന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഒത്തിരി ദുരന്തങ്ങളെ ഏറ്റുവാങ്ങുന്നുണ്ട്. കുറേ നന്മ നിറഞ്ഞ കാര്യങ്ങളെയൊക്കെ അവൻ അഭിമുഖീകരിച്ച് കടന്നു പോകുന്നുണ്ടാവാം. പക്ഷേ എന്നാലും ഈ മനസ്സിൽ എപ്പോഴും ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവനെ മനസ്സിൽ എപ്പോഴും വേട്ടയാടുന്ന ദുരന്തങ്ങളായിരിക്കാം. നന്മ നിറഞ്ഞതും സന്തോഷം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ കാലം മായ്ക്കുമെങ്കിലും ഈ ദുരന്തങ്ങൾ എപ്പോഴും ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല. അതിപ്പോൾ നമുക്ക് നേരിട്ടാലും നമ്മുടെ സഹപ്രവർത്തകന് നേരിട്ടാലും അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് മറക്കാൻ. എൻ്റെ ഒരു സഹപ്രവർത്തകനായിരുന്നു സന്തോഷ് വർഗീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം കരുവാറ്റക്കാരനാണ്. കൊല്ലത്ത് നിന്ന് മധുര വരെ നീളുന്ന ഒരു ട്രെയിനുണ്ട്. അതൊരു പാസഞ്ചർ ട്രെയിൻ. ആ പാസഞ്ചർ ട്രെയിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതിനകത്ത് സ്ലീപ്പറൊക്കെ ഉള്ളൊരു പാസഞ്ചറാണ്. അതൊരു ലോങ് റണ്ണിങ് ആണ്. ഒരു കുറച്ച് ഭാഗം കഴിഞ്ഞാൽ നാഗർകോവിൽ വരെ ഇത് പാസഞ്ചറായിട്ട്, നാഗർകോവിലിന് ശേഷം ഫാസ്റ്റ് പാസഞ്ചറായിട്ടുമൊക്കെ ആണ് ഇത് ഓടുന്നത്. ആ ഒരു ട്രെയിനിൽ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റാണ്. അന്ന് ഡീസൽ അസിസ്റ്റൻ്റാണ്. ഡീസൽ എൻജിനായിരുന്നു അന്ന്. കാരണം നാഗർകോവിലൊക്കെ ഈ അടുത്ത കാലത്താണ് ഇലക്ട്രിഫൈ ചെയ്തത്. അതുവരെ ഡീസൽ തന്നെയാണ്. അപ്പോൾ ഇവർ പോകുമ്പോൾ ഈ ചെങ്കുളം എന്ന് പറയുന്ന, നാഗർകോവിലിന് ശേഷമുള്ള ചെങ്കുളം എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരുനെൽവേലിയാണ്. തിരുനെൽവേലിയിൽ ഇവർക്ക് ക്രൂ ചേഞ്ചാണ്. അപ്പോൾ രാത്രി ലോക്കോ പൈലറ്റിൻ്റെ ഏറ്റവും സന്തോഷകരമായ നിമിഷം എന്ന് പറയുന്നത് അവൻ്റെ ജോലിയുടെ അവസാനം എത്തുമ്പോഴാണ്. കാരണം ആ മനസ്സിലെപ്പോഴും ഒന്ന് ഫ്രഷ് ആവാമല്ലോ, ഒന്ന് കുളിക്കുക എന്നൊക്കെ പറയുന്നത്, ഈ കുളിക്കൊക്കെ ഇത്രമാത്രം സന്തോഷം നമുക്ക് നൽകാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു ലോക്കോ പൈലറ്റിനോട് ചോദിക്കണം. അത്രയ്ക്ക് ക്ഷീണിച്ച് അവശനായിട്ട് വന്നിട്ട് ബാത്റൂമിൽ ഷവറിൻ്റെ അടിയിൽ നിൽക്കുന്ന പോലെയുള്ളൊരു ആനന്ദം വേറെയില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവൻ വളരെ ഹാപ്പിയായിട്ട്, സന്തോഷ് വർഗീസ് വളരെ ഹാപ്പിയായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഹാപ്പിനെസ് ഇദ്ദേഹത്തിന് കൂടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. പുള്ളിയുടെ ജോലി അവസാനത്തെ ട്രെയിനാണത്. അവസാനത്തെ ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇയാൾ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റായിരുന്നപ്പോൾ തന്നെ ധാരാളം ടെസ്റ്റുകൾ എഴുതുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിൽ സബ് എഞ്ചിനീയറായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് പുള്ളിക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷനൊക്കെ റെയിൽവേ കൊടുത്തു. അപ്പോൾ റെയിൽവേയിൽ ഈ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ റിലീവ് ചെയ്യും എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ഹാപ്പിയായിട്ട് പുള്ളി പോവുകയാണ്. പക്ഷേ ഈ ഹാപ്പിനെസ് അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ പോലും പുള്ളിക്കാരനൊരു ചെറിയ ഐഡിയ പോലും ഇല്ല ഇത് തൻ്റെ സർവീസിലെ അവസാനത്തെ യാത്രയല്ല, തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ യാത്രയാണെന്നുള്ളത് അദ്ദേഹം അറിയുന്നില്ലായിരുന്നു. ഈ ചെങ്കുളം എന്ന് പറയുന്ന സ്റ്റേഷൻ്റെ അവിടെ മാൻഡ് ലെവൽ ക്രോസ് ഗേറ്റാണുള്ളത്, അൺമാൻഡ് അല്ല. ആ മാൻഡ് ലെവൽ ക്രോസ് ഗേറ്റിലേക്ക് അടുക്കുമ്പോൾ ഒരു വളവുണ്ട്. ആ വളവ് തിരിഞ്ഞ ഉടനെ ഇവർ കാണുന്ന കാഴ്ച, കയ്യിൽ ചുമപ്പ് ലൈറ്റുമായിട്ട് ഈ ഗേറ്റ് കീപ്പർ ഓടി ഇവരുടെ അടുത്തേക്ക് വരികയാണ്. നിർത്തുക എന്ന് പറഞ്ഞിട്ട്.
അവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. ഒരു ചുവപ്പ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നിർത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതിന് കുറച്ച് സമയം വേണമല്ലോ നിൽക്കാൻ. ഈ ട്രെയിൻ എന്ന് പറയുന്നത് 500 മീറ്ററൊക്കെ കഴിയാതെ സ്പീഡ് തന്നെയും കുറച്ച് കുറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം സഞ്ചരിക്കണം. ആ മൊമെൻറ്റം അങ്ങനെയാണ്. എത്ര ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്താലും, എത്ര എമർജൻസി ബ്രേക്ക് അടിച്ചാലും അങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. ആ ഒരു ഡിസ്റ്റൻസ് പോലുമില്ല. ഇപ്പോൾ ഇവർ തൊട്ട് മുമ്പിൽ കാണുന്ന കാഴ്ച, ഹെഡ്ലൈറ്റ് നല്ല പവറാണ്. ഹെഡ്ലൈറ്റിൽ കാണുന്ന കാഴ്ച ഈ ഗേറ്റിലേക്ക് കടന്ന് ഒരു ലോറി നിൽക്കുകയാണ്. ആ ലോറിയുടെ മുകളിൽ ഈ വലിയ അടിയിൽ ഈ ചെയിൻ ഒക്കെയുള്ള ഒരു വലിയ മണ്ണുമാന്തി യന്ത്രം, JCB അല്ല, അതിനേക്കാൾ ഹെവി ആയിട്ടുള്ള ഒരു വലിയ മണ്ണുമാന്തി യന്ത്രം വഹിച്ചുകൊണ്ടുള്ള ലോറി ലിഫ്റ്റിംഗ് ബാരിയർ, ഈ ഗേറ്റിൻ്റെ ഒരു ലെവൽ ക്രോസ് ഗേറ്റിൻ്റെ ഒരു പാളിക്ക് ലിഫ്റ്റിംഗ് ബാരിയർ എന്നാണ് ഈ പൊക്കുന്ന ആ റോഡിന് പറയുന്നത്. ഒരു ലിഫ്റ്റിംഗ് ബാരിയർ ഇടിച്ച് പൊളിച്ചിട്ട് അടുത്ത ലിഫ്റ്റിംഗ് ബാരിയറിൽ ഇടിച്ച് സ്റ്റക്കായി നിൽക്കുകയാണ്. അവർ റിവേഴ്സിലേക്ക് പോകാൻ പറ്റുന്നില്ല. മറ്റേ ലിഫ്റ്റിംഗ് ബാരിയർ ഒന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവരൊക്കെ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഇതങ്ങ് സ്റ്റക്കായി നിൽക്കുകയാണ്. വേറെ ഒരു ഓപ്ഷനുമില്ല. നേരെ ചെന്ന് ഈ ട്രെയിൻ ഇടിച്ചു. ട്രെയിൻ ഇടിച്ചപ്പോഴത്തേക്കും ഈ ലോറിയുടെ മുകളിലിരുന്ന ആ വലിയ മണ്ണുമാന്തി യന്ത്രം, ഉരുക്ക് കൊണ്ട് നിർമ്മിച്ച ഭയങ്കര വെയിറ്റുള്ള, ടൺ കണക്കിന് വെയിറ്റുള്ള ആ മണ്ണുമാന്തി യന്ത്രം മറിഞ്ഞ് ഈ എൻജിൻ്റെ മുകളിലേക്ക് പതിച്ചു. ആ ഒരു ഇതിൽ എൻജിൻ ഒരു വശത്തേക്ക് മറിഞ്ഞു. എൻജിൻ്റെ തൊട്ട് പുറകിലുള്ള 3 കോച്ചുകൾ ഡീറെയിലായി. ഇത്രയും സംഭവങ്ങൾ പെട്ടെന്ന് കൺ ചിമ്മി തുറക്കുന്നതിന് മുമ്പേ നടന്നു കഴിഞ്ഞു. നാട്ടുകാരൊക്കെ ഓടിക്കൂടി. കാരണം ഭീകരമായുള്ള ശബ്ദങ്ങളൊക്കെ കേട്ട് രാത്രിയാണെങ്കിലും ആളുകളൊക്കെ വന്നു. ആളുകൾ പെട്ടെന്ന് ചാടി എൻജിൻ്റെ മേളിൽ കയറി രക്ഷാപ്രവർത്തനമൊക്കെ തുടങ്ങി. അപ്പോൾ ഒരു സൈഡിൽ ബോധം കെട്ട ഒരാൾ കിടപ്പുണ്ട്. ആ പുള്ളിയെ വലിച്ച് പുറത്തിട്ട് ലോക്കോ പൈലറ്റിന് തല ശക്തിയായിട്ട് ഇടിച്ചിട്ട് അയാൾക്ക് ബോധം വീണു. പക്ഷേ പെട്ടെന്ന് തന്നെ പുള്ളി ഉണർന്നു. പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി പറയുന്നത് വേറൊന്നുമല്ല, ഒരാളും കൂടെ ഉണ്ട് അതിനകത്ത്. പലർക്കും അറിയില്ല, ഈ എഞ്ചിനെ പറ്റിയൊന്നും അറിയാത്ത ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടാവും, പ്രത്യേകിച്ച് നാട്ടിൻപുറമാണ് അവിടെയൊക്കെ. ഒരാളും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ചെന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡാണ്, ഒന്നും കാണുന്നില്ല. ഒരു ടോർച്ചൊക്കെ അടിച്ചപ്പോൾ ഒരു ഞരക്കം മാത്രം കേൾക്കാം. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പുറത്തെ സൈഡിൽ വാതിലിൻ്റെ ഹാൻഡ് റെസ്റ്റും സീറ്റും ഒക്കെ കൂടെ കൊളാപ്സായി അതിൻ്റെ ഇടയ്ക്ക് കൈയും കാലും ഒക്കെ പെട്ട് സ്റ്റക്കായി നിൽക്കുകയാണ് ഈ പാവം സന്തോഷ്. അപ്പോൾ ഇവർ വലിച്ച് പുറത്തെടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അവർക്ക് കമ്പിപ്പാര പോലെയുള്ള ആയുധങ്ങളൊക്കെ കൊണ്ടുവന്നു, അതൊക്കെ വെച്ച് അകത്തി ഇവർ പുറത്തെടുക്കുന്നുണ്ട്. പക്ഷേ വിധി എന്ന് പറയുന്നത് ക്രൂരമായൊരു തീരുമാനം അപ്പോഴത്തേക്കും എടുത്തിരുന്നു. കാരണം ഈ ലോക്കോയുടെ അകത്ത് ഈ കംപ്രസറുകളൊക്കെ കൂള് ചെയ്യാനായിട്ടും കംപ്രസറിലേക്ക് എയർ വലിച്ചെടുക്കാനൊക്കെ ആയിട്ട് ഫിൽറ്ററുകളൊക്കെ ഉണ്ട്. ഈ ഫിൽറ്ററുകൾ പേപ്പർ പോലെയൊരു മെറ്റീരിയലും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതേ സമയത്ത് ഈ പേപ്പർ പോലുള്ള മെറ്റീരിയലിലേക്ക് ഡീസൽ ടാങ്ക് പൊട്ടിയിട്ട് ഡീസൽ അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. ഈ വണ്ടി ഉരസിയതിൻ്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്ന അതിൻ്റെ ഹീറ്റിൽ നിന്നാണോ എന്നറിയില്ല, ഒരു തീപ്പൊരി എങ്ങനെയോ വന്നിട്ട് പെട്ടെന്ന് ഈ എഞ്ചിൻ്റെ ഒരു ഭാഗം കത്തി തീ പിടിക്കാൻ തുടങ്ങി. തീ പിടിച്ച് കുറേശ്ശെ ഈ തീ അവരാരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ തീ ആളാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും രക്ഷാപ്രവർത്തനത്തിന് വന്ന നാട്ടുകാരൊക്കെ ഓടിയാകുന്നു. എല്ലാവർക്കും അവനവൻ്റെ ജീവനാണ് വലുതെന്നുള്ള ഒരു ഇതിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ അവരാരും അടുക്കാൻ തയ്യാറായില്ല. ഇത് തീ പിടിച്ച് മൊത്തത്തിലങ്ങ് പൊട്ടിത്തെറിക്കുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് എല്ലാവരും അകന്നു മാറി. ഈ പാവം അതിൻ്റെ ഇടയിൽ പെട്ടുപോയി. അദ്ദേഹത്തിനെ രക്ഷിക്കാനായില്ല. അവസാനം കരിഞ്ഞ് ഒരു ചെറിയ ഒരു കരിക്കട്ടയായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ശരീരവും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും എല്ലാം അവിടെ ചാമ്പലായി. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫ്യൂണറലിന് പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ജന്മന ഒരു കർഷകനാണ്. ജന്മന അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയും കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുനീരൊക്കെ കണ്ടു വളരെയധികം ദുഃഖത്തോടുകൂടി ഞങ്ങളൊക്കെ സമാശ്വസിപ്പിച്ചിട്ട് പോന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് റെയിൽവേ ജോലിയൊക്കെ കൊടുത്തു. എന്നാൽ പോലും നഷ്ടം വളരെ തീരാ നഷ്ടമാണ്, വളരെ നികത്താനാവാത്തൊരു നഷ്ടം തന്നെയാണ്. അങ്ങനെയുള്ള ദുരന്തങ്ങൾ ഒക്കെ പേർന്ന ഒരു ഇതാണ് ലോക്കോ പൈലറ്റിൻ്റെ ജീവിതം എന്നെനിക്ക് അന്ന് മനസ്സിലായി. അപ്പോൾ ഇത് ലൂപ്പ് ലൈനിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള ചിന്ത വന്നപ്പം മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമായി, ഒരു ആശ്വാസമായി.
കാരണം ഇത് ലൂപ്പ് ലൈനിലേക്ക് അവിടെ കയറാൻ ഒരൊറ്റ റീസണേ ഉള്ളൂ, പുറകെ വരുന്ന ജയന്തി ജനത ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. അത് പൊക്കോട്ടെ എന്നുള്ളൊരു ചിന്തയായി, എനിക്ക് ഭക്ഷണം കഴിക്കാമെന്നുള്ളൊരു സന്തോഷവുമായി ഇത് ലൂപ്പ് ലൈനിലേക്ക് കയറി. ലക്കിടി എന്ന് പറയുന്ന സ്റ്റേഷൻ വളരെ ഗ്രാമീണ സ്വഭാവമുള്ള ഒരു പ്രദേശത്തെ സ്റ്റേഷനാണ്.